പണ്ട് മുതലേ തൊട്ട് ദിലീപേട്ട ചിത്രങ്ങളോട് ഒരു പ്രത്യേക ക്രേസും കാര്യങ്ങളൊക്കെ തന്നെ എനിക്കുണ്ടായിരുന്നു. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഏകദേശം 12 തൊട്ട് തുടങ്ങുകയാണെങ്കിൽ എന്നിലുള്ളൊരു ഫാനിൽ അത്ര ഒരു സാറ്റിസ്ഫൈ ആകുന്ന ഒരു ദിലീപ് ചിത്രം പോലും വന്നിട്ടില്ലെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഞാൻ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട് ദിലീപിൻ്റെ അടുത്തൊരു സിനിമ വരുമ്പോൾ അല്ലെങ്കിൽ ദിലീപിൻ്റെ ആ ഒരു സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ തൊട്ടുള്ളൊരു ഹൈപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒരു ചിത്രം എന്ന് വരും അല്ലെങ്കിൽ വരുമോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം 12 ഇറങ്ങിയപ്പോൾ പോലും എനിക്ക് അങ്ങനെ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ള സിനിമയായിട്ടൊന്നും അല്ല. അരുൺ ഗോപിയിലുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ടീസർ കാണുമ്പോഴും ഇതെന്തോ ഒരു ഊർജ്ജമില്ലാത്തൊരു ദിലീപേട്ടനെ കൊണ്ടൊരു പ്ലേസ് ചെയ്ത പോലത്തെ സിനിമകൾ 12 ആയാലും തങ്കമണി ആയാലും പവി കെയർടേക്കർ പോലും ആ രീതിയിൽ പോയൊരു ചിത്രം തന്നെയായിരുന്നു. ഇതിൽ പവി കെയർടേക്കറിലെ ചില സീൻസൊക്കെ ഞാൻ ഒന്ന് ചിരിച്ചെങ്കിൽ പോലും ഒന്ന് കംപ്ലീറ്റ്ലി ഒരു സാറ്റിസ്ഫൈ ആയ ചിത്രമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് വെച്ചൊക്കെ നോക്കി ഒരു ആവറേജ് എങ്കിലും ആയി നിന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രമായിരുന്നു. ബട്ട് അതും ഒരു ഫുള്ളി സാറ്റിസ്ഫൈ ചിത്രമല്ല. പക്ഷേ ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിയില്ല, എനിക്ക് പേഴ്സണലി ആ ചിത്രങ്ങളിൽ ഒന്നും ഒരു ഹൈപ്പും ഇല്ലായിരുന്നു. പുറത്തിറങ്ങുന്നതിന് മുമ്പേ വരെ ഒരു പ്രതീക്ഷയുണ്ട് ഇതിലെങ്കിലും ഹിറ്റ് ആകുമെന്ന്. അതിന് മുമ്പുള്ള ഒരു ട്രെയിലറിൽ കിട്ടുന്ന ഹൈപ്പോ ഫസ്റ്റ് ലുക്കിൽ കിട്ടുന്ന ഹൈപ്പോ ഒന്നുമില്ല. കാരണം ഇതൊന്നും സക്സസ് ആകുമോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൂടെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരുപാട് സിനിമകളുടെയൊക്കെ ഇങ്ങനെ 12 വന്നു, തങ്കമണിയുടെ വന്നു, ഒപ്പം പവി കെയർടേക്കറിൻ്റെ വന്നു, പ്രിൻസ് ആൻഡ് ഫാമിലി, ഇത്രയും സിനിമകളുടെ ഫസ്റ്റ് ലുക്കോ ടീസറോ എന്നൊക്കെ അന്ന് പുറത്തിറങ്ങിയപ്പോൾ ബബ്ബയുടെ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് വ്യത്യസ്തത അടിച്ചെങ്കിൽ പോലും ഇതും ഒരു എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഫസ്റ്റ് ലുക്ക് ഒരിക്കലും അങ്ങനെ പ്രതീക്ഷയൊന്നും തോന്നിയില്ല. പക്ഷേ പണ്ടത്തെ ഒരു ദിലീപേട്ടൻ്റെ ഏതൊക്കെയോ ഒരു ഫേസിലെ ഡിഫറൻസ് എനിക്ക് ബബ്ബ ചിത്രത്തിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് എനിക്ക് ഈ ഒരു ചിത്രത്തെ ഫോളോ ചെയ്തെന്നേ ഒരിക്കലും പറയില്ല. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരു ബബ്ബ ചിത്രത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ കുറേ മുമ്പേ ചെയ്തൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അതിൽ വിനീത് ശ്രീനിവാസൻ്റെ ഒരൊറ്റ ഡയലോഗാണ് എനിക്ക് ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഈ ലെവൽ പ്രതീക്ഷ എത്തിച്ചിട്ടുള്ളത്. പഴയ പരിപാടിയും കൊണ്ടൊക്കെ നീ ഇനി ഇറങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരെ നിനക്ക് അറിയില്ല എന്നൊക്കെ. അപ്പോൾ ദിലീപേട്ടൻ അതിനെതിരെ പറയുന്നൊരു കാര്യമുണ്ട്, സാർ ഈ ജോണലിൽ പുതിയതല്ലേ, നമുക്ക് പഴയതും പുതിയതുമായിട്ടിട്ടൊരു സംഭവം തന്നെ ചെയ്താലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിൽ ആ ഒരു അനൗൺസ്മെൻറ്റ് ടീസറിലെ ബീജിയവും എല്ലാം മൊത്തത്തിലൊരു ഫ്രഷ്നെസ് എനിക്ക് നൽകി. എന്ന് പറഞ്ഞാൽ പഴയ ദിലീപേട്ടൻ ഇനി എന്താണ്, അല്ലെങ്കിൽ മുമ്പോട്ട് ആ പഴയ വിൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ പോകുന്ന ദിലീപേട്ടനെ ഇനി കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഇനിയും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച ആ ഒരു മൊമെൻറ്റ് ചെയ്ത് ഈ ഒരു ചിത്രം അവിടുന്ന് തുടങ്ങി ഹൈപ്പ്. കാരണം ആ ഒരു ഒറ്റ പോസ്റ്റിലൂടെ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ദിലീപേട്ടൻ്റെ അതുവരെ വന്നിട്ടുള്ള സിനിമകളിൽ നിന്ന് ഏറ്റവും ഹൈപ്പ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന് വേണ്ടി മാത്രമായിരുന്നു. മറ്റു പല ചിത്രങ്ങൾ വന്നെങ്കിലും ബബ്ബയെ പിടിച്ചോളുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ പോലും എനിക്ക് കുറച്ച് പ്രതീക്ഷ കുറഞ്ഞതെന്ന് പറഞ്ഞാൽ എങ്ങാനും ഇത് പഴയ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്യാതെ പോവോ എന്നുള്ള പേടി എനിക്ക് ഈ ഒരു ചിത്രത്തിലുണ്ടായിരുന്നു. ബബ്ബ എന്ന ചിത്രം നിരാശപ്പെടുത്തില്ല എന്ന പ്രതീക്ഷയ്ക്കൊപ്പം തന്നെ ഇത്തരം ദിലീപേട്ടൻ ചിത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ ഒരു ചിത്രത്തിൽ അത്രയും വെയിറ്റേജ് കൊടുത്തില്ല. ഒരു 50-50 ചാൻസ് കൊടുത്തു. ആ ഒരു 50-50 ചാൻസിനൊക്കെ മറികടന്ന് ഈ ഒരു ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. അതോടുകൂടി തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിലീപേട്ടൻ ഫാൻ എന്ന രീതിയിൽ പോയ പ്രതീക്ഷകൾ മൊത്തം എല്ലാ സിനിമകളിലുള്ള നിരാശ ഈ ഒരു ചിത്രം മാറ്റുമെന്നുള്ള എക്സ്പെക്റ്റേഷൻ വീണ്ടും കയറി. കാരണം ആ ലെവലിലൊരു കിടിലം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫസ്റ്റ് ലുക്കിലൂടെ തന്നെ പോയ ഹൈപ്പ് മൊത്തം വീണ്ടും ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇതുവരെ വന്നിട്ടുള്ള ദിലീപേട്ട ചിത്രങ്ങളിലെ ഫസ്റ്റ് ലുക്ക് ചെയ്യുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കിടിലം ഐറ്റം ആ രീതിയിൽ തന്നെ വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ദിലീപേട്ടൻ്റെ പഴയ ഒരു ദിലീപേട്ടൻ്റെയൊക്കെ എവിടേക്കോ ഒരു സാമ്യത ഈ ആ ഒരു പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു ലുക്കിലൊക്കെ തന്നെ ആയാലും മൊത്തത്തിലൊരു കിടിലം കംബാക്ക് ഈ ഒരു ചിത്രത്തിലൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫസ്റ്റ് ലുക്ക് തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ആ ലെവലിലുള്ള ഒരു തിയേറ്ററിക്കൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിലീപേട്ട ചിത്രത്തിന് വേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്തിട്ടുള്ളത്. അതേ ഒരു ടൈമിൽ തന്നെ ഒരു ഫാമിലി കോമഡി മാസ് ത്രില്ലർ എൻ്റർടൈനർ ചിത്രം പുറത്തിറങ്ങും, ഒരു ഫുൾ പാക്കേജ് ആയിട്ടുള്ള ചിത്രം പുറത്തിറങ്ങുമ്പോഴും അതോടുകൂടി തന്നെ എക്സ്പെക്റ്റേഷൻ ഹൈ ആയിട്ടുണ്ടായിരുന്നു. ടീസർ പുറത്തിറങ്ങുന്നതെന്ന് പറഞ്ഞു, അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയി. അതിൽ ആ ഒരു ലുക്കും എന്ന് പറഞ്ഞാൽ ജൂലൈ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു, അതിലൂടെ ഞാൻ എക്സൈറ്റഡ് ആയി. അങ്ങനെ ഈ ഒരു ചിത്രത്തിൽ ടീസർ വന്നു. ടീസറിൻ്റെ ആ ഒരു തമിഴിൽ കണ്ടു തന്നെ എൻ്റെ കിളി പോയി. കാരണം ഈ ലെവലാണ് നമ്മൾ പ്രതീക്ഷിച്ച ഒരു സാധനം തമ്മിലിന് തന്നെ കിട്ടി. കാരണം ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആയി ഇനി ടീസർ കണ്ടപ്പോൾ എവിടാണോ ആ മിസ് ചെയ്തു പോയ ഒരു ദിലീപേട്ടൻ, ഇത്രയും സിനിമകളിൽ നമുക്ക് എവിടാണോ മിസ് ചെയ്തു പോയ ദിലീപേട്ടനെ പെർഫെക്റ്റ്ലി ഈ ഒരു ചിത്രത്തിൽ എടുത്തു വെച്ചിട്ടുള്ളൂ, അതേ രീതിയിൽ എടുത്തു വെച്ചിട്ടുള്ളത് എനിക്ക് തോന്നി. പോയ ഹൈപ്പ് എല്ലാം തിരിച്ചു വന്നു. ഞാൻ പറയുന്നില്ല ലാലേട്ടൻ വന്നതോട് കൂടിയാണ് എനിക്ക് എക്സ്ട്രാ ഹൈപ്പ് ഈ ഒരു ചിത്രത്തിൽ കൂടിയെന്ന്. ലാലേട്ടൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ലാലേട്ടൻ വരുമെന്നുള്ള അപ്ഡേറ്റ് വരുമ്പോൾ തോറും എനിക്കിതൊരു പെർഫെക്റ്റ് ദിലീപേട്ടൻ ചിത്രം അല്ലെങ്കിൽ ഒരു കംബാക്ക്, പുള്ളിയുടെ ഒരു പഴയ പരിപാടിയെങ്കിലും ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന് പലതവണ ചിന്തിച്ചിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ. അപ്പോൾ ആ ഒരു ആളിന്
ഇതുപോലുള്ളൊരു ചിത്രം വരുമ്പോൾ ഏത് ലെവലിലായിരിക്കും ഹൈപ്പും പ്രതീക്ഷയെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും. പിന്നീട് ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് പിന്നീട് വന്ന ചില അപ്ഡേറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലിംസ് വന്നപ്പോഴും എനിക്ക് ഉണ്ടായിരുന്ന പ്രതീക്ഷയെ കൂടി അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്ലിംസിൻ്റെ ആ ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ടീസർ റിലീസിൻ്റെ ആ ഒരു തമ്പനയിലേക്ക് തന്നെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. കാരണം പഴയ ദിലീപ് എന്ന് പറഞ്ഞാൽ ടീസർ ഇത് തന്നെയാണോ എന്ന് ഞാൻ ഒന്ന് ഡൗട്ടായ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. കാരണം ഇത് പഴയ ദിലീപേണ്ട അതേ ഒരു ലുക്കിൽ ഈ ഒരു ടീസർ അതൊക്കെ എങ്ങനെ വന്നെന്നൊക്കെ തോന്നി. പക്ഷേ അത് ആ ഒരു തമ്പനയിൽ പൊളിയാണെങ്കിലും അതിൽ നിന്ന് ഗ്ലിംസിൽ കാണുമ്പോൾ ചെറിയ ഡിഫറൻസ് ഒക്കെ തോന്നുമെങ്കിലും പക്ഷേ കിടിലമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ഗ്ലിംസ് ആയാലും. ഇപ്പോൾ ട്രെയിലറും വന്നു. ട്രെയിലർ വന്നപ്പോഴും ഉണ്ടായിരുന്ന പ്രതീക്ഷ ഡബിളായി. ഒപ്പം ലാലേട്ടൻ ദിലീപേട്ടൻ കോമ്പിനേഷനൊക്കെ കിടിലമായിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷൻ മൊത്തത്തിൽ തന്നെയുണ്ട്. ഞാൻ എന്തൊക്കെയായാലും ഈ ഒരു സിനിമയ്ക്ക് നോ ലോജിക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ആവറേജ് എക്സ്പീരിയൻസ് തന്നാൽ പോലും എനിക്ക് ഭയങ്കര രീതിയിൽ സന്തോഷമാകും. കാരണം പഴയ ദിലീപേട്ടൻ്റെ കുറേ മൊമെൻറ്റ്സ് കാര്യങ്ങളും ഒക്കെ തന്നെ ഫില്ല് ചെയ്തൊരു സിനിമയായിരിക്കും എന്നാണ് ഈ ഒരു ചിത്രത്തെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങളോടായാലും എനിക്ക് അതേ പറയാനുള്ളൂ. കാരണം ബന്ദ്ര, തങ്കമണി, പവി കെയർ ടേക്കർ, പ്രിൻസ് ആൻഡ് ഫാമിലി ഇത്രയും ചിത്രത്തിൽ കാണാത്തൊരു ദിലീപേട്ടൻ്റെ എനർജി പോലും നമുക്ക് ഈ ട്രെയിലറിലോ ഗ്ലിംസിലോ ടീസറിലോ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു ലെവലിലെങ്കിലും നമുക്ക് തിയേറ്ററിൽ കിട്ടുവാണെങ്കിൽ അത് തന്നെയാണ് വലിയ കാര്യം. കാരണം ഈ ലെവൽ സിനിമകളൊക്കെ തന്നെ നമ്മൾ പുഷ് ചെയ്ത് ഭയങ്കര ഒരു ഹിറ്റാക്കുകയാണെങ്കിൽ ദിലീപേട്ടൻ ക്ലിയർലി ട്രാക്ക് മാറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഇപ്പോൾ അടുത്ത ജോണറിലോട്ട് പോയിട്ടുള്ളൂ ഒരു ത്രില്ലർ ജോണർ. പുള്ളിക്ക് പെർഫെക്റ്റ്ലി ആയിട്ടുള്ളൊരു ജോണർ ആണെങ്കിൽ പോലും വീണ്ടും ഒരു ബൊബ്ബ ലെവലിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രമായിട്ട് ഞാൻ ഒരു ചിത്രത്തെ കണക്കാക്കുന്നില്ല. അതൊരു ത്രില്ലർ ചിത്രമാണ്, നന്നാകട്ടെ എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്കെയിലിൽ ഈ ഒരു രീതിയിൽ ഈ ഒരു ഹൈപ്പോട് വരുന്ന ഈ ഒരു ദിലീപയുടെ ചിത്രം ഉണ്ടെങ്കിൽ അത് ഇനി വെയിറ്റ് ചെയ്ത് പറക്കുമ്പോൾ എന്ന ചിത്രത്തിലായിരിക്കും. കാരണം എന്തൊക്കെ ഇപ്പോൾ ബന്ദ്ര ഇറങ്ങിയാലും ആ ഒരു സമയത്ത് ഇപ്പോൾ ബബ്ബയുടെ അപ്ഡേറ്റ് വരുന്നതിന് മുമ്പേ വരെ ഞാൻ ഹൈലി എക്സ്പെക്റ്റോടുകൂടി കാത്തിരുന്ന ചിത്രം പറക്കുമ്പോഴാണ്. അതെങ്കിലും തുടങ്ങി അതിൻ്റെ ഒരു ഹൈപ്പിലെങ്കിലും നിന്നൊരു പ്രതീക്ഷ കാത്തോണേ എന്നുള്ള രീതിയിൽ നിന്നൊരു ചിത്രം എന്ന് പറയുന്നത് പറക്കുമ്പോഴായിരുന്നു. പക്ഷെ പറക്കുമ്പോൾ ഡിലേ ആകുമെന്ന് പറഞ്ഞതോടെ അടുത്ത ചിത്രത്തിന് ഹൈപ്പൊന്നും ഇല്ലല്ലോ. ഇനിയും കൊള്ളാവുന്ന ചിത്രം വരട്ടെ അപ്പം നോക്കാം ഒരു എന്ന് പറഞ്ഞൊരു സാറ്റിസ്ഫൈ ആകുന്ന ഒരു ചിത്രമെങ്കിലും വരണേ എന്ന് പറഞ്ഞ് കാത്തിരുന്നപ്പോഴാണ് ബബ്ബ പോലൊരു ചിത്രത്തിന് അനൗൺസ്മെൻറ്റ് വന്നതും ആ ലെവലിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ക്രിയേറ്റ് ആക്കിയതും. കൂടാതെ ഇപ്പോൾ പഴയ സംവിധായകനായാലും പുതിയ ഇപ്പോൾ ദിലീപേട്ടനെ പോലെ ആക്ടറിന് ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്യണമെന്ന് കാണിച്ചിട്ടുള്ള ഒരു ഡയറക്ടറായിട്ടാണ് ധനഞ്ജയ് ശങ്കറിനെ ഞാൻ കണക്കാക്കുന്നത്. കാരണം പുള്ളി ഈ ലെവലിലെങ്കിലും ദിലീപേട്ടനെ സ്ക്രീനിൽ എത്തിച്ച് അല്ലെങ്കിൽ ഒരു ടീസറിലും ട്രെയിലറിലും ഈ ഒരു ലെവൽ അല്ലെങ്കിൽ ഈ ഒരു സ്കെയിലിൽ ദിലീപേട്ടനെ എത്തിച്ച് അത് വലിയൊരു കാര്യം തന്നെയാണ്. പുള്ളിയോട് ഒരു സിനിമ ചെയ്താലും കുഴപ്പമില്ലെന്ന് പറയും. കാരണം ആ രീതിയിലായിരുന്നു ഇപ്പോൾ തന്നെ ഈ ഒരു പ്രതീക്ഷ. കാരണം പുതുമുഖ സംവിധായകൻ ഈ ലെവലിലൊക്കെ ദിലീപേട്ടനെയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു കാര്യമായിട്ടാണ്. കൂടാതെ ലാലേട്ടൻ്റെ ഒക്കെ ഷോട്ടൊക്കെ ആയാലും കിടില രീതി പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെയൊക്കെ ഒരു അഴിഞ്ഞാട്ടം എക്സ്പെക്റ്റ് ചെയ്യാവുന്നുള്ള അതിലും ഒരു ഹൈലി എക്സ്പെക്റ്റഡ് തന്നെയാണ്. കാരണം ലാലേട്ടൻ ദിലീപേട്ടൻ കോമ്പിനേഷൻ, കൂടാതെ ലാലേട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടം. ഇപ്പോൾ ചോട്ടാ മുംബൈയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ലാലേട്ടൻ്റെ ഒരു എനർജിയും ആ ഒരു മോഡുള്ള ഒരു ലാലേട്ടനുണ്ട്. ഇപ്പോൾ ഇതിലായാലും ആ ഒരു ട്രെയിലർ തീരുമ്പോൾ ഇന്ത നടാ പോതുമാ ഇന്ത കൊഞ്ചം വേണമാ എന്ന് ചോദിക്കുന്ന ആ ഒരു ആ പാട്ടിൻ്റെ ആ ഒരു ശൈലി തന്നെ പുള്ളിയുടെ ഒരു വേറെ മോഡിലോട്ടാണ് ആ ഒരു മോഡലൈസേഷനൊക്കെ തന്നെ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന ഒരു ലാലേട്ടനെ ഈ ഒരു ചിത്രത്തിൽ കാണണം എന്നുള്ള ആ ഒരു ഏത് രീതി പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പുള്ളിയുടെ ക്യാരക്ടർ ഏത് രീതി വരും ആ ഒരു അഴിഞ്ഞാട്ടം എന്നൊക്കെ തന്നെ ഉള്ളൊരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ ഒരു ചിത്രത്തിലായാലും ഉണ്ട്. ആസ് എ ദിലീപേട്ടൻ ഫാൻ ഈ രീതിയിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ വരുന്ന ഹൈപ്പുള്ള ചിത്രമോ അല്ലെങ്കിൽ ഈ ഒരു മോഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പ്യുവർലി നമുക്ക് ഈ ഒരു ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ അല്ലെങ്കിൽ ഒരു വലിയ വിജയമാകാൻ ചാൻസ് ഉണ്ടെന്ന് നേരത്തെ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു ചിത്രമായിട്ട് ഈ ഒരു ചിത്രം വന്നതിൽ തന്നെ സാറ്റിസ്ഫൈ ആണ്. ഈ ഒരു ചിത്രം ഒരു ആവറേജ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും വലിയൊരു ഹിറ്റ് ആവാൻ തന്നെ ചാൻസ് ഉള്ളൊരു ചിത്രമായിട്ടാണ് കണക്കാക്കുന്നത്. എന്തായാലും ഈ മോഡലുള്ള ചിത്രങ്ങളൊക്കെ ഇനിയും ദിലീപേട്ടന് ഉടനെ പുറത്തിറങ്ങുമെന്നും അറിയില്ല. പക്ഷേ ഈ ഒരു ചിത്രം ഏറ്റവും നല്ലൊരു വിജയമാകട്ടെ എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന് നമ്മുടെ കേരളത്തിലുള്ള ഫസ്റ്റ് ഷോ തുടങ്ങാൻ പോകുന്നത് രാവിലെ 8 മണിക്കായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ UAE ആണെങ്കിൽ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഷോ നടക്കാൻ പോകുന്നത് രാവിലെ 6:30-ക്കുമാണ്. ചിത്രത്തിൻ്റെ ബുക്കിംഗ് ഒക്കെ എന്തായാലും ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഒക്കെ ഈ ഒരു ചിത്രത്തിലായാലും കാണാൻ സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ നല്ലൊരു കളക്ഷനൊക്കെ ഈ ഒരു ചിത്രത്തിന് ബീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ തന്നെയുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയുണ്ട്. പിന്നെ ദിലീപ് എന്ന ആളുടെ കേസിനെ പറ്റി ബന്ധപ്പെടുത്തി കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. കാരണം ഈ വീഡിയോയിലാകെ മൊത്തം ഞാൻ പറഞ്ഞിട്ടുള്ളൂ ദിലീപ് എന്ന ആക്ടറിനെ കുറിച്ചാണ്. കാരണം ആ ഒരു നടന് പറ്റുന്ന പല സിനിമ നമ്മൾ ഒരുപാട് കുറെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ളതും കരയിപ്പിച്ചിട്ടുള്ളതും കുറെ മാസ് എലമെന്റ്സ് ഒക്കെ തന്നിട്ടുള്ള സിനിമകളിൽ അതേ ഒരു കഥാപാത്രത്തെയാണ് പുള്ളി എടുത്തു വെച്ച് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ദിലീപ് എന്ന ആൾ പോയി നേരെ അഭിനയിച്ച് ഞാൻ ദിലീപാണ് ഇന്ന ക്യാരക്ടർ ഞാനിത് ശരിക്കും നടന്നിട്ടുള്ള എന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന സിനിമകളല്ല വന്നിട്ടുള്ളത്. ദിലീപ് അതിനകത്തെ ഒരു കഥയുണ്ടെങ്കിൽ അതിലെ കഥ
കഥാപാത്രമായിട്ട് മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. ആ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിനെ എത്ര മികച്ചതായി എത്തിക്കുന്നതെന്നുള്ള ഒരു ശൈലിയും ആ ഒരു ടാലന്റിനെ തന്നെയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. സിനിമ വേറെ, പേഴ്സണൽ ലൈഫ് വേറെ. നമ്മൾ ആ ഒരു നടന്റെ പേഴ്സണൽ ലൈഫ് മാത്രം എടുത്ത് കണ്ട് അല്ലെങ്കിൽ പുള്ളിനെ മാത്രം സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു നടനെ അങ്ങനെ ഫുള്ളി അക്സെപ്റ്റ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ആക്ടറിനെ മാത്രമാണ് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ഇപ്പോൾ അഴിഞ്ഞാട്ടം എന്ന പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലെ വരികൾക്കൊക്കെ കുറച്ച് നന്നാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഫുള്ളി കിട്ടിയില്ല. അതിനു മുമ്പ് ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്ത് ഒരു സ്റ്റിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ദിലീപേട്ടൻ്റെ. പക്ഷേ അതിൽ ആ ഒരു സ്റ്റില്ല് നിങ്ങൾ നോക്കിയാൽ ധ്രുവ നക്ഷത്രം എന്ന ചിത്രം തിയേറ്ററിൽ ഓടുന്നുണ്ട്, 4 ഷോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി അവിടെ കാണാൻ പറ്റും. ഈ ഒരു സിനിമ നമ്മുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ എല്ലാ വർഷവും റിലീസ് വെക്കും മാറ്റും, റിലീസ് വെക്കും മാറ്റും. പക്ഷേ ഈ ഒരു ബബ്ബ ചിത്രത്തിൻ്റെ കഥയുടെ ആ ഒരു യൂണിവേഴ്സിൽ ഈ ഒരു ചിത്രം റിലീസിന് എത്തിയിട്ടുണ്ടെന്നുള്ള രീതി അവിടെ ഷോയും നടക്കുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിന് പുതിയ റിലീസ്, ധ്രുവ നക്ഷത്രം എന്ന ചിത്രത്തിന് പുതിയ റിലീസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ജനുവരി അതെന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ജനുവരി 16-നൊക്കെ അല്ലെങ്കിൽ 17-നൊക്കെ ആയിട്ട് റിലീസിലെത്തുന്നുള്ള പുതിയ റിലീസ് തീയതി വന്നിട്ടുണ്ട്. എല്ലാ വർഷവും റിലീസ് വെക്കും മാറ്റും ആ ഒരു രീതി തന്നെയാണ്. പക്ഷേ ഈ ഒരു യൂണിവേഴ്സിൽ എന്തായാലും ആ ഒരു സിനിമയൊക്കെ പുറത്തിറങ്ങിയിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ചിത്രത്തിലെ സെൻസറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്ന് US സർട്ടിഫിക്കറ്റ് ആണ് ഈ ഒരു ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ചെയ്തപ്പോഴായാലും കിടിലൻ രീതിയിലുള്ള ബുക്കിംഗ് ഒക്കെ ഈ ഒരു ചിത്രത്തിനെ കാണാൻ സാധിക്കുന്നുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിന് വേണ്ടി എനിക്ക് ഹൈലി എക്സ്പെക്റ്റഡ് തന്നെയാണ്. നല്ലൊരു വിജയമാകട്ടെ എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഒപ്പം എല്ലാവരും തന്നെ മൈൻഡ് സെറ്റ് ചെയ്തു പോകേണ്ട ഒരു കാര്യം കൂടെ തന്നെയാണ് നോ ലോജിക് ഒൺലി മാഡ്നസ് എന്നുള്ളൊരു കാര്യം തന്നെ. മൊത്തത്തിൽ ഈ ഒരു ചിത്രത്തെ ഭയങ്കരമായിട്ടൊന്നും കണക്കാക്കണം, ജസ്റ്റ് എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം കാണുന്ന ഒരു ചിത്രമായിട്ട് കണക്കാക്കുക. എന്തായാലും ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക.